Hello and welcome to another episode of e.talks spoken English series. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് certainty and uncertainty കുറിച്ചാണ്. അപ്പോൾ അതായത് ഉറപ്പും ഉറപ്പില്ലായ്മയും. ഒരു ആള് നമ്മളോട് are you sure എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ do you think it is true എന്ന് ചോദിക്കുമ്പോൾ അതേപോലെ do you think so എന്നൊക്കെ ഉറപ്പാണോ നിനക്ക് ഉറപ്പാണോ അത് സത്യമാണെന്ന് വിചാരിക്കണ്ടോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ് certainly, surely, I'm sure about it എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ആദ്യമായിട്ട് മറുപടി പറയുന്നത് യെസ് ഐ ആം അബ്സല്യൂട്ട്ലി ഷുവർ, ശരിയാണ്, എനിക്ക് ഉറപ്പാണ് എന്ന് പറയും അല്ലേ, ഐ ആം അബ്സല്യൂട്ട്ലി ഷുവർ. രണ്ടാമത്തത് ഐ ആം ക്വൈറ്റ് ഷുവർ എന്ന് പറയും, ക്വൈറ്റ് ഷുവർ. അതേപോലെ തന്നെ ഐ എം സർട്ടൺ എന്ന് പറയും, എനിക്ക് ഉറപ്പാണ് എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ എനിക്ക് ഉറപ്പാണെന്ന് പറയുമ്പോൾ യെസ് ഐ ആം അബ്സല്യൂട്ട്ലി ഷുവർ എന്ന് പറയണം, അല്ലെങ്കിൽ ക്വൈറ്റ് ഷുവർ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം സർട്ടൺ എന്ന് പറയാം. ഇതല്ലാതെ നമ്മൾ പറയാറുണ്ട് ഓഫ് കോഴ്സ്, ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ഓഫ് കോഴ്സ് എന്ന് പറയും, certainly എന്ന് പറയും, certainly എന്ന് പറയും, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് എന്ന് പറയും, absolutely എന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനെയും പറയാം. അപ്പോൾ അതായത് ഇത് ഇങ്ങനെ ഓഫ് കോഴ്സ് എന്ന് പറയുന്നത് വേറൊരാൾ പറയുന്നത് ശരിയാണ്, ശരി എന്ന് പറയുന്നതിനാണ് ഇങ്ങനെ പറയുന്നത്. ഇനി നമുക്ക് എനിക്ക് ഉറപ്പില്ല എന്ന് എങ്ങനെയാ പറയാ, ഇതൊന്ന് നോക്കാം. അതേപോലെ തന്നെ ഒരാൾ നമ്മളോട് ആർ യു ഷുവർ, ഡു യു തിങ്ക് സോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടോ അങ്ങനെ ശരിയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കതിനെ പറ്റി വലിയ ഉറപ്പൊന്നുമില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ റെസ്പോണ്ട് ചെയ്യാൻ നോക്കാം. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, എനിക്ക് ഉറപ്പൊന്നുമില്ല, വലിയ ഉറപ്പൊന്നുമില്ല എന്ന് പറയുന്നതാണ് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. അല്ലെങ്കിൽ ഐ ഡൗട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു സംശയമുണ്ട്, ഐ ഡൗട്ട് ഇറ്റ്. അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ ഫോർ ഷുവർ, എനിക്ക് വലിയ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്നാണ് ഐ ഡോണ്ട് നോ ഫോർ ഷുവർ എന്ന് പറയുന്നത്. അല്ലാതെ ഇറ്റ്സ് വെരി അൺലൈക്ലി, അത് സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നതാണ് ഇറ്റ്സ് വെരി അൺലൈക്ലി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് വെരി അൺലൈക്ലി. അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സോ, അങ്ങനെ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, എനിക്കതിന് ഉറപ്പൊന്നുമില്ല. ഐ ഡൗട്ട് ഇറ്റ്, എനിക്ക് സംശയമുണ്ട്. ഐ ഡോണ്ട് നോ ഫോർ ഷുവർ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇറ്റ്സ് വെരി അൺലൈക്ലി, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. ഐ ഡോണ്ട് തിങ്ക് സോ, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഉറപ്പില്ലെങ്കിൽ, അൺസർട്ടൺ ആണെങ്കിൽ പറയാനുള്ള ഫ്രേസുകൾ. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.